അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കടലിലെ കുളിയും റൂമിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ റെഡി ആയിരിക്കുകയാണ്. പോകാൻ റെഡി എന്ന് പറഞ്ഞാൽ 1 മണിക്കാണ് ബോട്ട് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടി റെഡിയായി. എൻ്റെ പൊന്നു, എന്നാലും സംഭവം എന്താ പറയുക, വേറെ ലെവലാണ് കേട്ടോ. കംബോഡിയ എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള സ്ഥലമല്ല. ഞാനിങ്ങനെയൊന്നും അല്ല കംബോഡിയനെ പറ്റി പ്രതീക്ഷിച്ചത്. എന്തൊരു ആൾക്കാരെ വരുന്നറിയാം. ഇവിടെ കൂടുതലും ഞാൻ കണ്ടൊരു ക്രൗഡ് എന്ന് പറയുന്നത് വെസ്റ്റേണേഴ്സാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻസാണ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊന്നും ആൾക്കാർ വളരെ കുറവാണ് വരുന്നത്. ഈവൻ ഇന്ത്യയിൽ നിന്ന് പോലും വളരെ കുറച്ച് ആൾക്കാരെ വരുന്നത്. അവർ വന്നാലും അങ്കോർ വാട്ടൊക്കെ കണ്ടിട്ട് പോത്തേ ഉള്ളൂ. ശരിക്കും ഇതൊരു ട്രൂലി ഒരു ബാക്ക് പാക്കേഴ്സ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. സീ യു. യാ, ബൈ. ഇവർക്കിവിടെ ടെൻ്റ് ഉണ്ട് വരില്ലേ, പുരാവിത്ത ക്യാമ്പ് സൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്കിവിടെ ടെൻ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഈ പുറകെ കാണുന്നതാണ് ടെൻ്റ്. ടെൻറ്റിന് 500-600 രൂപയൊക്കെ ഉള്ളൂ. ഇവിടെ പലയിടത്തും ടെൻ്റ് കിട്ടും. പക്ഷേ മഴക്കാലത്ത് ടെൻറ്റിൽ താമസിക്കുന്നത് അത്ര അഭികാമ്യമായിട്ടുള്ള ഒരു പരിപാടി അല്ലാത്തതുകൊണ്ട് ഞാൻ ടെൻറ്റ് ട്രൈ ചെയ്തില്ല. നമുക്കിനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് 1 മണിക്കാണ് ബോട്ട്. ഡു യു ഹാവ് കോക്കനട്ട്? ആ യാ, 1 കോക്കനട്ട്. ഹൗ മച്ച്? 5,000. ഓക്കെ. 5,000 എന്ന് പറഞ്ഞാൽ $1 പോലും ഇല്ല. ഞാൻ ആക്ച്വലി 10,000 കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് $1 പിന്നെ 1000 ഇവരുടെ റിയലും ബാക്കി വന്നു. ഇത് അപ്രോക്സിമേറ്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ തേങ്ങ വാങ്ങിക്കുന്ന സെയിം പ്രൈസ്. നമുക്ക് തേങ്ങയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാം. ഓല ഒരു രുചിയില്ലാത്ത. എല്ലാവരും പിയറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പിയറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതിലൂടെ ആൾക്കാർ നിൽപ്പുണ്ടല്ലോ ഇവിടെ. അവർക്ക് എല്ലാവർക്കും കൂടെ ഈ ബോട്ടിൽ പോകാൻ പറ്റുമോ? ഞാനതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഈ സെയിം ബോട്ടിൽ തന്നെ കേട്ടോ ഇന്നലെ ഞാൻ വന്നത്. ഇങ്ങോട്ട് മെയിൻലാൻഡിൽ നിന്നാണ് ഇവിടേക്ക് എല്ലാ സാധനങ്ങളും വരുന്നത്. ഈ പല റിസോർട്ടുകാരും ഇവിടെ ഇവരുടെ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഇപ്പോൾ ഉണ്ട്. ആദ്യം അവരുടെ ചരക്ക് സാധനങ്ങളൊക്കെ ഇറക്കും. അത് കഴിഞ്ഞിട്ട് പാസഞ്ചേഴ്സിൻ്റെ പെട്ടി ഇറക്കും. പാസഞ്ചേഴ്സിൻ്റെ പെട്ടി ഇറക്കി കഴിയുമ്പോഴത്തേക്കിനും പാസഞ്ചേഴ്സ് വന്നിട്ട് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുക. അവർ നമ്മുടെ ബാഗ് എടുത്ത് അകത്തോട്ട് വെച്ചോളും. എന്തോരോ ആൾക്കാരല്ലേ വരുന്നത്. അങ്ങനെ എൻ്റെ ബാഗ് ഞാൻ കൊടുത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കയറാം. എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നു, പക്ഷേ ഇതിനകത്ത് വേറെ സെറ്റപ്പ് ഒന്നുമില്ല. ഞാൻ അവിടെ ഇരുന്ന് കരിക്ക് പിടിച്ചില്ലേ, അതാണ്. അപ്പോൾ ഗുഡ് ബൈ കൊറോങ്. ഇവിടെ ഇനി വേറെയും ബോട്ട് വരാനുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് എല്ലാ ആൾക്കാരും നമ്മുടെ ബോട്ടിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. കുറച്ച് ആൾക്കാരെ കയറിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച ബോട്ട് ഫുള്ളായിരിക്കും, പക്ഷേ അല്ല, കുറച്ച് പേരെ കയറിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര. ഈ ബോട്ടിൽ കാറ്റടിച്ചുള്ള യാത്ര ഉണ്ടല്ലോ, ചെവി വരെ വേദനിക്കുന്നു. അത്രയ്ക്ക് സുഖമില്ലാത്ത യാത്രയാണ്. ഈ പല കമ്പനികളുടെ സ്പീഡ് ബോട്ടുകൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വന്നിറങ്ങിയപ്പോഴത്തേക്കും അപ്പുറത്തൊരു അടിപൊളി ബോട്ട്, GTBC സ്പീഡ് ബോട്ടുണ്ട്. ഈ കാണുന്ന ഈ 3 എൻജിൻ വെച്ചിട്ടാണ് ഇവന്മാർ ഇത് പറപ്പിക്കുന്നത്. ഇനി നമ്മുടെ ബാഗ് കിട്ടട്ടെ. വെർ ഇസ് ദ ബാഗ്? താങ്ക് യു. ബാഗ് കിട്ടി സുഹൃത്തുക്കളെ. എൻ്റെ വിയറ്റ്നാം വിസ ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഇവിടെ കംബോഡിയയിൽ പോസ്റ്റ് അടിച്ച് നടക്കുന്നത്. ഇനിയൊരു 3 ദിവസമായി ഓൾറെഡി ഞാൻ വിയറ്റ്നാം വിസ അപ്ലൈ ചെയ്തിട്ട്. ഈ ബോട്ട് കൊള്ളാട്ടെ. ഇത് കുറച്ചുകൂടെ വലിയ ബോട്ടാണ്, സ്പേഷ്യസ് ബോട്ടാണ്. ഇതിനകത്ത് 3 റോയിൽ സീറ്റിംഗ് ഉണ്ട്. കുറേ കൂടുതൽ ആളുകളെ ഇരുത്താൻ പറ്റുന്ന വലിയ ബോട്ട്, അടിപൊളി ബോട്ട്. അപ്പോൾ പറഞ്ഞു വന്ന് വിയറ്റ്നാം വിസ ഇതുവരെ കിട്ടിയിട്ടില്ല. 3 ദിവസമായി അപ്ലൈ ചെയ്തിട്ട്. ശരിക്കും ഇന്ന് കിട്ടേണ്ടതാണ്, എന്താ കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നമുക്ക് കംബോഡിയ കസ്റ്റംസിൻ്റെ ഒരു ബോട്ട് കിടക്കുന്ന കാണാം. കംബോഡിയ കസ്റ്റംസ് ആൻഡ് എക്സൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ടോ. കൊള്ളാമല്ലേ? കുറേ എന്താ പറയുക, യൂണിഫോം ഇട്ടൊക്കെ ഇട്ട കുറേ ആൾക്കാർ. എന്നെ ലുക്കാണെന്നറിയോ കസ്റ്റംസിൻ്റെ ആൾക്കാരെയൊക്കെ കാണാനായിട്ട്. നമ്മുടെ അവിടുത്തെ കസ്റ്റംസിൻ്റെ ആൾക്കാരെ കാണാൻ നല്ല ലുക്കല്ലേ, യൂണിഫോമൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കിനും. ഭയങ്കര വെള്ളയും. ഇവിടെ വെള്ളയുണ്ട്, കറുപ്പുണ്ട്, 2 ടൈപ്പ് യൂണിഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് ഇവിടുത്തെ മെയിൻ പിയറാണ്, ഈ സിഹാലോക്ക് എന്ന് പറഞ്ഞ ടൗണിലെ. അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ ഫ്രീ ടോയ്ലറ്റാണ് കേട്ടോ. ഇതൊക്കെല്ലാം ഫ്രീ ടോയ്ലറ്റ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫ്രീ ടോയ്ലറ്റുകൾ സംഭവമൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അടിപൊളിയാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. എന്തിനാണെന്നറിയാമോ? ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അനന്തു എന്ന് പറഞ്ഞ ഇവിടെ കംബോഡിയയിൽ ജീവിക്കുന്ന ഒരു മലയാളിയെ പരിചയപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നോംപെനിൽ വെച്ചിട്ട്. പുള്ളിയുടെ സ്പീച്ച് തെറാപ്പി ഉണ്ടല്ലോ, സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്താണ്. പുള്ളിയുടെ വൈഫും കൂടെ താമസിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അവരിവിടെ കംബോഡിയയിലുണ്ടെന്ന്. അപ്പം പുള്ളി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1-2 സ്ഥലത്തേക്കൊക്കെ പോകാം എന്ന് പറഞ്ഞായിരുന്നു. പുള്ളി ഇപ്പം നോംപെനിയിൽ നിന്ന് 100-200 കിലോമീറ്റർ പുള്ളിയുടെ വണ്ടി ഓടിച്ചാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഐ എം വെയിറ്റിംഗ് ഹിയർ. പുള്ളി ഇപ്പോൾ ഇവിടെ 1/2 മണിക്കൂറിൽ എത്തുമെന്ന് പറഞ്ഞു.
നേരത്തെ ആ കസ്റ്റംസിൻ്റെ ബോട്ട് ഇവിടെ കിടന്നില്ലേ, ഞാനിവിടെ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഇൻ്റർനെറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴെനിക്ക് കത്തി അതിനകത്ത് മറ്റേ മൊബൈൽ ജാമറോ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമെന്ന്. ആ ബോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കിനും എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ ആ ബോട്ടിനകത്ത് മറ്റേ മൊബൈലിൽ ജാമർ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കാം, അതായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ ഈ ചെറിയ ബാഗിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ മൊബൈലിൽ ഞാനിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ, ആരെങ്കിലും വന്ന് മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ബാഗ് എടുത്തുകൊണ്ട് പോകും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരാൾ ഒരു പയ്യൻ വന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അകത്തോട്ട് പോയിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കഫേ ആമസോൺ ഉണ്ട്. നമുക്ക് ഈ കഫേ ആമസോൺ കൊള്ളാമല്ലേ പരിപാടി. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, തായ്ലൻഡിലും കംബോഡിയയിലും പല സ്ഥലത്തും ഞാൻ കണ്ടൊരു സംഭവമാണ് ഈ കഫേ ആമസോൺ. നമുക്കിതിനകത്ത് കയറിയിരിക്കാം. ഞാനവിടെ കയറി $2 കൊടുത്തിട്ട് ഒരു ലിച്ചി ജ്യൂസ് വാങ്ങിച്ച് $2. ചായ, കാപ്പി, അങ്ങനെ സ്റ്റാർബക്സ് ഒക്കെ പോലെ തന്നെ ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട്, ഇതുമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ സ്റ്റാർബക്സിൻ്റെ അത്ര കത്തിയല്ല. ഫൈനലി 1 മണിക്കൂർ എന്നെ അവിടെ പോസ്റ്റ് ആക്കിയിട്ട് ആ സുഹൃത്ത് എത്തിയിരിക്കുകയാണ്. മിസ്റ്റർ അനന്തു, എന്തായാലും നിങ്ങൾ 1.5 മണിക്കൂർ എന്നെ അവിടെ പോസ്റ്റ് ആക്കി. ഞാൻ മനഃപൂർവ്വമല്ല, അറിഞ്ഞോണ്ടല്ലേ? വഴിയിൽ കുറച്ച് അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഈ ഇതല്ലേ വണ്ടി, ഫോർഡ് എക്കോസ്പോർട്ട്. ഓക്കെ, നമ്മുടെ INB ട്രിപ്പ് കണ്ടിട്ട് എടുത്താന്നാ പുള്ളി എന്നോട് പറഞ്ഞത്. ആണോ? പിന്നെ നിങ്ങളെ ഭയങ്കര നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നല്ലേ. നല്ല വെയിലുണ്ട്, എൻ്റെ ഒരു നിക്കർ ഉണക്കാൻ ഇടാറുണ്ട്. ഇന്നലെ അലക്കിയിട്ട് ഉണങ്ങിയില്ല. അല്ല, ഇന്ന് രാവിലെ ബീച്ചിൽ ഇറങ്ങിയായിരുന്നു, അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല, അത് ട്രിപ്പുണ്ട്. യെസ്, ഇത് സിഹാനോക്ക് എന്നാണോ പറയുന്നത്, സിഹാനോ വില്ല് എന്നാണോ പറയുന്നത്? പക്ഷേ ഈ മാപ്പിലൊക്കെ സിഹാനോക്ക് വില്ല് എന്നാണ് ക്യാമർ പേരാണ്. ഷിനോക്ക് കമ്മി പേര്. ഷിനോക്ക് അത്രേ പറയത്തുള്ളൂ. ഷിനോക്ക് കമ്പോങ് സാം എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊവിൻസിന്റെ പേര്. ഓക്കെ. നിങ്ങൾ എത്ര വർഷം ഇവിടെ? 5 years. ഇത് വിടുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. വണ്ടിക്ക് ഇതൊക്കെ ശീലാവട്ടെ. ഇങ്ങനെ വണ്ടി ഞാൻ നിക്കറോണക്കാരിട്ട് നല്ല കളറാണ് കേട്ടോ. അതെ അതെ, ഈ കളറ് ഞാൻ എടുക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു, പിന്നീടാണ് ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്തത്. ആശാൻ വെൽ പ്ലാനിങ് ഒക്കെ ആയിട്ടാണല്ലോ വന്നേക്കുന്നേ. ഇതെന്താ ഇതെന്താ ബ്രോ? ഇതെവിടെന്ന് വണ്ടി മേടിക്കുമ്പോൾ ഫ്രീ കിട്ടിയതാ? നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ ഫ്രീ കിട്ടിയതാ? അടിപൊളി. ജെന്റിൽമാൻ ജാക്ക്. ഞാൻ ബാഗ് വെക്കാൻ തുറന്നതാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഉള്ള ഈ സിഹാനോക്ക് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ സിഹാനോക്ക് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈനീസ് അധിനിവേശമുള്ള ഒരു സ്ഥലമാണ്. അതായത് ചൈനക്കാരുടെ എന്താ പറയുക, ഏകദേശം 2 ലക്ഷത്തോളം ചൈനക്കാരാണ് ഇവിടെ ഈ ഒരു നാട്ടിൽ ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നല്ലേ, ഇവിടെ ഇപ്പോൾ ഏകദേശം 100ഓളം കാസിനോകളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും കാണാം കാസിനോസ്. 2017 അത് ഏകദേശം 25 കാസിനോസ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം 100ഓളം കാസിനോസ് ഉണ്ട്. ഈ 100ഓളം കാസിനോകളിലായിട്ടും അതിനോടനുബന്ധിച്ചും അല്ലാതെയും മറ്റുമൊക്കെ ആയിട്ട് ഏകദേശം 2 ലക്ഷത്തോളം ചൈനക്കാർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാസിനോസിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയുമൊക്കെ നമ്മൾ പല സ്കാമുകളെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? ഈ കംബോഡിയൻ സ്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംബോഡിയയിൽ പലതരത്തിലുള്ള ഓൺലൈൻ സ്കാം, പിന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ അനധികൃതമായിട്ട് വന്നിട്ടും അല്ലാതെ ജോലിക്കും മറ്റു പരിപാടിക്കൊക്കെ ആയിട്ട് വന്നിട്ട് അവർ പലതരത്തിലുള്ള സ്കാമുകളിൽ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സ്കാമുകളൊക്കെ നടക്കുന്ന ഒരു കേന്ദ്രമാണ് സത്യം പറഞ്ഞാൽ ഈ സിഹാനോക്ക് വില്ല എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ അറിവ്. 2021 ഇവിടുത്തെ ഈ പ്രൊവിൻഷ്യൽ അതോറിറ്റി ആൾക്കാർ ഇവിടെ ഗാലക്സി വേൾഡ് എന്ന് പറഞ്ഞൊരു കസീനോ ഉണ്ടായിരുന്നു. ആ കസീനോയിൽ റെയ്ഡ് ചെയ്തിട്ട് ഏകദേശം 400ഓളം വരുന്ന വിദേശികളെയാണ് അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തത്. അതിനകത്ത് വിയറ്റ്നാമിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, കംബോഡിയയിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, ചൈനീസ്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 400ഓളം പേരെയാണ് അവരിവിടുന്ന് റെസ്ക്യൂ ചെയ്തത്. അങ്ങനെ പല കസിനോകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ കുറേയധികം ക്രൈമും സംഭവങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് വാർത്തകളും മറ്റുമൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കംബോഡിയൻ സ്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു സ്ഥലവും ഇവിടുത്തെ കസിനോ, ഇവിടെ മാത്രമല്ല കാസിനോസ് ഉള്ളത്. നമ്മൾ തായ്ലൻഡ് ബോർഡറിൽ കൂടെ കയറി വന്നപ്പോഴത്തേക്കിനും അവിടെ വരെ നമ്മൾ കസിനോ ഉണ്ടായിരുന്നു, ഇവൻ നോംപനി വരെ ഉണ്ട്. ഈ കസിനോസ് പൂർണ്ണമായിട്ട് ഏകദേശം 90% ഈ ചൈനീസ് ടൈക്കൂൺസിന്റെ കീഴിലാണ് എന്നാണ് പറയുന്നത്.
ഇപ്പോഴും നമുക്ക് ഇതിലൂടെ പോകുമ്പോഴത്തേക്കിനും ഇവിടെ പുതിയ പുതിയ കെട്ടിടങ്ങൾ, ധാരാളം വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ആണെങ്കിലും അതൊക്കെ പലതും കാസിനോസും അപ്പാർട്ട്മെന്റ്സും പിന്നെ ഹോട്ടൽസും. കാരണം ഇവിടെ വരുന്ന ഈ ആളുകൾക്ക്, ഇവിടെ ഇത്രയും ഈ എക്സ്പാറ്റ്സ് ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ താമസിക്കണമല്ലോ. അപ്പം അങ്ങനെയുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങളും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഹാനോക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം പണ്ട്, അതായത് ഈ കാസിനോസ് ഒക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് വെസ്റ്റേണേഴ്സിൻ്റെ ഒരു ഫേവററ്റ് പ്ലേസ് ആയിരുന്നു. അതായത് ബാക്ക് പാക്കേഴ്സിൻ്റെ ഒരു ഹെവൻ പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ തായ്ലൻഡിലൊക്കെ ഉണ്ടായിരുന്ന പോലെ അത്തരത്തിലുള്ള ഒരു അടിപൊളി ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഇത്. പക്ഷേ ഇവിടെ ഈ കസീനോകൾ വന്നിട്ട് കസീനോകളുടെ നിർമ്മാണങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ അത്തരത്തിലുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ പോയ ദ്വീപ് കണ്ടില്ലേ, ഇന്നലെ നമ്മൾ വന്ന ദ്വീപ്, ആ ദ്വീപിൽ പോലും ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരാണ് പോകുന്നത്. കുറച്ചെങ്കിലും ഒരു നാച്ചുറൽ ഫീൽ കിട്ടണമെങ്കിൽ ആ ഐലൻഡിലേക്ക് പോകണം. അതും കാലക്രമേണ ഈ പറഞ്ഞ രീതിയിൽ മാറിയേക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന പല കെട്ടിടങ്ങളും നമുക്ക് വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണുന്നതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു നോംപനി പോലും കാണാത്ത വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. പുതിയതായിട്ട് വീണ്ടും ഒരു വലിയൊരു ബിൽഡിംഗ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് കാരണം ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതേപോലെ തന്നെയുള്ള ഒത്തിരി ഇഷ്യൂസ്. ഇവിടുത്തെ നാട്ടുകാർ പലരും സ്ഥലമൊക്കെ വിറ്റ് ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നത് കുറയുന്നു. ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പം ഇവിടെ വരുന്ന ആൾക്കാർ, പൈസക്കാർ സ്പെൻഡ് ചെയ്യാനായിട്ട് കാസിനോ കളിക്കാനായിട്ടൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. ഈ സിഹാനോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു എയർപോർട്ടുണ്ട്. ഈ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 10ഓളം വിമാനങ്ങളാണ് ഒരു ദിവസം ചൈനയുടെ പല സിറ്റീസിലേക്കും പോകുന്നത്. ആലോചിച്ച് നോക്കിയേ, നോംപനിന്ന് കൊണ്ട് ചൈനയുടെ ഓരോ മുക്കിനും മൂലയിലേക്കും നോംപൻ നഗരത്തിൽ നിന്ന് വിമാനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത്രയധികം ചൈനീസ് ഇൻഫ്ലുവൻസ് ഇവിടെ കംബോഡിയയിലുണ്ട് എന്നാണ് പറയേണ്ടത്. ഈ കാസിനോസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാസിനോ, ഇത് എന്തോ ബ്രോ ഇതൊക്കെ ഇങ്ങനെ വലിയ വലിയ റിസോർട്ടുകൾ, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ കാസിനോസ് ഒക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാസിനോസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഉണ്ടാക്കുന്ന റവന്യൂ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കാസിനോയിൽ കളിച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ടാക്സബിൾ അല്ലെന്ന് തോന്നുന്നല്ലേ ഇവിടെ? അങ്ങനെ എന്തോ ഒരു സംഭവമില്ല, അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അത്രയേറെ നിഗൂഢതയുള്ള ഒരു സ്ഥലമാണ് സിഹാനോക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഈ സിഹാനോക്കിൽ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഉണ്ട് അല്ലേ? പിന്നെ നമുക്ക് കഴിക്കാൻ പോകണ്ടേ? ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇന്ത്യൻ സ്റ്റോർ തുടങ്ങി. സ്കാമിൽ വരുന്ന പിള്ളേർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്ത്യക്കാരും വരുന്നുണ്ട് ഇവിടെ സ്കാമിൽ. അപ്പോൾ അവർക്ക് ഫുഡ് അവർ മേടിക്കാൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ നോംപനിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് നമുക്ക് ഇനി അവിടെയാണ് കൂടുതൽ കച്ചവടം വരാൻ പോകുന്നത്, ക്ഷീണത്തിൽ. അടിപൊളി. അപ്പോൾ സത്യസന്ധമായിട്ട് ഇവിടെ ജീവിക്കുന്നവർക്ക് ഇനിയിപ്പോൾ കുറച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇവിടെ. അതുകൊണ്ടായിരിക്കാം മേ ബി നമുക്ക് ഈ ഇമിഗ്രേഷനിലൊക്കെ ഇവർ ഇന്ത്യൻ പാസ്പോർട്ട്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് സ്ട്രിക്റ്റ് ഡബിൾ ചെക്ക് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള സ്കാമിൽ ജോലിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ആൾക്കാരാണോ എന്നൊക്കെ ഡബിൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം. കാരണം ഗവൺമെന്റിനും ഉത്തരവാദിത്വം ഉണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അവരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഇത് ശരിക്കും ഒരു ചൈനയിലെ നഗരം പോലെ തോന്നുന്നുണ്ടോ കാണുമ്പോഴത്തേക്കിനും? കറക്റ്റ് ചൈനീസിൽ നമ്മളൊരു ചൈനീസ് സിറ്റി ഒക്കെ പോലെ, നമ്മൾ ചൈനീസ് സിറ്റി ഒക്കെ എങ്ങനെയാണോ ഏകദേശം അതേപോലൊക്കെ തന്നെ എല്ലാ കടകളിലും ഇത് ഫുൾ ചൈനീസ് ഭാഷയിലാണ് എഴുതി. എല്ലാം ചൈനീസ് ഫുൾ ചൈനീസ്. നമ്മൾ ഓരോ നഗരത്തിൽ പോകുമ്പോഴത്തേക്കിനും ലിറ്റിൽ ഇന്ത്യ, ലിറ്റിൽ ചൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈന ടൗൺ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പോലൊന്നും അല്ല. ഇത് ഫുൾ, ഈ ടൗൺ മൊത്തത്തിൽ ചൈനയാണ്. ഇത് ഫുൾ ചൈന ടൗൺ ആണ്. ഈ ഒരു കിലോമീറ്ററിൽ നമ്മളിപ്പോൾ പോയപ്പോഴത്തേക്കിനും എത്ര ബാങ്കുകൾ കണ്ടെന്നറിയാവോ? എന്തോരം ബാങ്കുകളാണ്. അത് ഒരു ബാങ്കിൻ്റെ തന്നെ പല ബ്രാഞ്ചുകളും, പല പേരിലുള്ള പല ബ്രാഞ്ചുകൾ ഇപ്പം തന്നെ നോക്കിയിട്ടുണ്ട്. ഇപ്പം ഹെങ് ഫെങ് കംബോഡിയ ബാങ്ക് ചൈനീസ് ബാങ്ക് ആണെന്ന് തോന്നുന്നു. എല്ലാ ബാങ്കുകളും ഉണ്ട്. ഇത് കാണുന്നൊരു കസീനോ ആണ്, ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് കസീനോ. എല്ലാം കസീനോ വിത്ത് ഹോട്ടൽസ് ആണ് എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും. ഫുള്ള് പബ്ലിക്കായിട്ടാണ് അല്ലേ? നോക്കിയേ, കംപ്ലീറ്റ് ഇങ്ങനെയാണ്. ഇവിടുത്തെ കസീനോസിൽ കംബോഡിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. നമുക്കും കയറണമെങ്കിൽ കയറാം, പിന്നെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കയറുക എവിടെ കയറുകയാണെങ്കിലും. ഇത് ടെമ്പിൾ, ഇത് പബ്ബായിരിക്കും. നമ്മൾ ടെമ്പിളിൻ്റെ പബ്ബ് നമ്മളിവിടെ സീമറിയാപ്പി പോയപ്പോൾ കണ്ടായിരുന്നു. പബ്ബ് കസീനോ ബ്രോ, ഇത് ശരിക്കും സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് വേറെ ലെവൽ സ്ഥലമാണല്ലോ. ഇത് എന്തോന്നടേ ഇത്? സത്യം പറഞ്ഞാൽ കംബോഡിയയുടെ ലാസ് വേഗാസ് ആണ് ഈ സിഹാനോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പാസ്പോർട്ട് കാണിക്കണമായിരിക്കും അല്ലെ? കസീനോ കയറുമ്പോൾ എൻട്രി പാസ്പോർട്ട് കൊടുത്തിട്ട് പോകണോ? അങ്ങനെയാണോ? എന്തോ ബ്രോ, നമ്മൾ ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ പോകുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പുറത്തുള്ള കെട്ടിടങ്ങൾ. ദുബായിൽ പിന്നെ കുറച്ച് ലക്ഷറീസ് ആണ്, ഇവിടെ അത്രയും ലക്ഷറീസ് അല്ല. അതും വേറൊരു കാര്യമുണ്ട് കേട്ടോ. വേറൊരു ഇവിടുത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതായത്
ഇവിടെ പണിയുന്ന പല ബിൽഡിങ്ങുകളും എന്താ പറയുക, നിർമ്മാണത്തിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ലോ ക്വാളിറ്റിയാണ്, പെട്ടെന്ന് നിർമ്മിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ കുറേ ആളുകൾ അതിനെതിരെയൊക്കെ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ബ്ലോഗ് ആർട്ടിക്കിൾസൊക്കെ ഞാൻ വായിച്ചായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രോപ്പർ ഡ്രെയിനേജും മറ്റുമൊക്കെ എല്ലാം കടലിലേക്കാണ് വിടുന്നത്, പ്രോപ്പറായിട്ട് സംഭവങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ വാർത്തകളും ഞാൻ കണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇതിനെപ്പറ്റി, സ്ഥലത്തെപ്പറ്റി ഇങ്ങനെ കുറേ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കുറേ സംഭവങ്ങളാണ്. ഇവിടെ നമുക്കൊരു ടുക്ടുക്ക് പോലും കാണാൻ പറ്റുന്നില്ല, ഓട്ടോറിക്ഷ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ള കംബോഡിയ നഗരത്തിലെല്ലാം ടുക്ടുക്ക്, ബൈക്ക് ടുക്ടുക്ക് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് അതുപോലും കാണാൻ പറ്റുന്നില്ല, കാരണം അതൊന്നും വേണ്ടല്ലോ, എല്ലാം ഹൈഫൈ സെറ്റപ്പ് അല്ലേ മൊത്തം. നിങ്ങൾ ശരിക്കും ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 5 വർഷമായി. 5 കൊല്ലം? 5 കൊല്ലം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ബിസിനസ് തുടങ്ങിയിട്ട്, അതായത് തുടങ്ങിയിട്ട് 2 വർഷം. 2 വർഷം. അത് സ്പീച്ച് തെറാപ്പി. നാട്ടിൽ ധാരാളം സ്പീച്ച് തെറാപ്പി സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പാലക്കാടൊക്കെ ധാരാളം സ്പീച്ച് തെറാപ്പി സെന്റേഴ്സ് ഫേമസ് ആയിട്ടുള്ളതുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായി പോകുന്നു. നന്നായി വരട്ടെ. കംബോഡിയ മുഴുവൻ ബ്രാഞ്ചസ് തുടങ്ങാൻ സാധിക്കട്ടെ. നമ്മളിപ്പോ ഏതോ ഒരു ബീച്ചിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ബീച്ചിന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ക്യാമ്പിങ്ങും അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കുന്നത്. അവരവിടെ അത് കൊള്ളാമല്ലേ പരിപാടി? അവിടെ ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ട് ഹാമോക്ക് വരെ ഉണ്ട് എല്ലായിടത്തും. കൊള്ളാട്ടത്. ബീച്ചൊക്കെ നല്ല ക്ലീൻ ആണല്ലോ, ഇവിടെ അടിപൊളിയാണല്ലോ. ഇവിടെ ഈ കാണുന്ന വലിയ കെട്ടിടങ്ങൾക്ക് സമീപത്തൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ധാരാളം ഫോറിനേഴ്സ് വന്നിരുന്നൊരു സ്ഥലം. അത് ഇപ്പോഴും ഫോറിനേഴ്സ് വരുന്നു, കാറ്റഗറി മാറി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള പല ആൾക്കാരും പല സംഭവങ്ങളും അടച്ചു പോയിട്ട് ഇപ്പോൾ ചെറിയ ഹോട്ടൽസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പം എല്ലാം ഹൈഫൈ സെറ്റപ്പുകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞാൻ കുറേ വായിച്ചായിരുന്നു ഈ സ്ഥലത്തെ പറ്റി. അനാഥപ്രേതം പോലെ കിടക്കുന്ന പണി തീരാത്ത കുറേ കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാം. അപ്പോൾ അതുണ്ട്, അതെന്തോ ഒരു ഇഷ്യൂവിൽ കിടക്കുന്ന ഒരു കെട്ടിടമാണെന്ന് തോന്നുന്നു. ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ചില കെട്ടിടങ്ങളൊക്കെ പണിയൊന്നും നടക്കാതെ, കുറേ നാളായിട്ട് പണി നടക്കാതെ കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാം. നല്ല സ്ഥലം കിടക്കുന്നതിലേക്ക് ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കിനും അവിടെയൊക്കെ കെട്ടിടങ്ങളും അപ്പാർട്ട്മെൻറ്റുകളും കാസിനോസും വരുമായിരിക്കും. ഇഷ്ടംപോലെ സ്ഥലം. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മൊബൈലിൽ മെസ്സേജുകൾ വന്നത് കണ്ടോ? ഇപ്പോൾ വന്നതാണ് കണ്ടോ? ഇത് കണ്ടോ? ചൈനീസിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നത്, എന്നിട്ട് കുറേ ലിങ്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വന്ന മെസ്സേജ് കണ്ടോ? ഞാൻ ആ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, കണ്ടില്ല? എനിക്ക് ഫോളോ ടെലഗ്രാം ചാനൽ, എന്തൊക്കെയോ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന്. വേറൊരു മെസ്സേജ് കണ്ടോ? ഇൻ്റർനാഷണൽ ഓൺലൈൻ കാസിനോ, പിന്നെ മെയിൻ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പരിപാടികളാണെന്ന് നോക്കി. വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന്. ഈ പുള്ളി പറയുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിടത്തും പോയി വൈഫൈ കണക്ട് ചെയ്യരുതെന്ന്, അല്ലെങ്കിൽ VPN യൂസ് ചെയ്യണം. VPN യൂസ് ചെയ്താലും കണക്കായിരിക്കും. വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. ശരിക്കും ഞെട്ടിപ്പോയി ബ്രോ. ഞാൻ ഇത്രയും മെസ്സേജുകൾ വന്നത് ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ നമ്പർ ഇവർക്ക് എങ്ങനെ കിട്ടുന്നു? ഞങ്ങളിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന മഹാനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ ആസ് യൂഷ്വൽ സ്വാഭാവികമായിട്ടും ഒരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദോശയുടെ ഷേപ്പൊക്കെ ഉണ്ട്. ചട്നി കണ്ടു കഴിഞ്ഞാൽ ഇത് ചട്നിയാണോ ബട്ടർ ചിക്കൻ ആണോ തോന്നിപ്പോവും. അല്ല സോറി, സാമ്പാറാണോ ബട്ടർ ചിക്കൻ ആണോ തോന്നിപ്പോവും. 2 വെറൈറ്റി ചട്നികളൊക്കെ കാണാം. സാമ്പാർ അങ്ങനെ കഴിച്ചോ ഇവിടെ? കഴിക്കും. ഇത് പൊളിച്ചിട്ട് ഇത് സാമ്പാറൊന്നുമല്ല, ഇത് വേറെന്തോ സാധനം കേട്ടോ. വേണ്ട. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വേറൊരു ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു ഡ്രൈവ് പോവുകയാണ്. ഇവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കുറേ റെസ്റ്റോറൻറ്റും മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലായിടത്തും കൺസ്ട്രക്ഷനാണ്. അത് കാരണം സത്യം പറഞ്ഞാൽ ഒരു ചാമില്ല അല്ലേ? ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഫുൾ ഇങ്ങനെ പൊളിഞ്ഞ് കിടന്ന് കണ്ടില്ല. പഴയ അവിടെ ഉള്ള പഴയ വീടുകളൊക്കെ പൊളിക്കുന്നത് കണ്ടോ? ആ പഴയ വീടുകളൊക്കെ പൊളിച്ച് ഫുള്ള് കൺസ്ട്രക്ഷൻ പരിപാടികളാണ്. എന്തോരം കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ആക്ച്വലി ഇന്ന് തോന്നുന്നില്ല. നമുക്ക് എന്താ ചെയ്യാ ബ്രോ? നമ്മൾ കൺഫ്യൂസ്ഡ് ആട്ടോ. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കണോ? തീരുമാനം എടുക്കണം. നോക്കിയത് ഇതൊക്കെ എന്താ അല്ലേ?
ഇതൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അടിപൊളി റിസോർട്ടുകളും പരിപാടികളൊക്കെ ഇത് കണ്ടിട്ട് ഇത് എന്താ സംഭവം, ഒരു ബീച്ച് റൈറ്റ് ഓൺ ദ ബീച്ചാണേ. ഭയങ്കര വലിയ സമയം. എനിക്കൊന്നത് ഷോപ്പിംഗ് മോളാന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ഇതൊരു വലിയൊരു ഷോപ്പിംഗ് മോള് പണിതുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് മുരുകനെ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. പക്ഷെ മുരുകനാണോ അല്ലേ? ശൂലം നമ്മുടെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട്. മുരുകനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താ? അവിടെ ഒരു നല്ലൊരു വലിയൊരു വില്ല കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ വില്ല. ഇവിടത്തെ ഏതെങ്കിലും കോടീശ്വരന്റെ വില്ല ആയിരിക്കും. ഇതൊക്കെ നോക്കി പണിത് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് കാസിനോ എന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. കാസിനോ ആണെങ്കിൽ അതിന്റെ മുമ്പിൽ മറ്റേ സ്കാനറും സെക്യൂരിറ്റി പരിപാടികളൊക്കെ ഉണ്ടാവും. കാസിനോ തന്നെയാണോ എനിക്ക്? പക്ഷെ എൻ്റെ അമ്മ, ഈ ഏരിയ കംപ്ലീറ്റ് കാസിനോസ് ആണ് കണ്ടില്ലേ. ഇത് നമ്മൾ മക്കാവ് ഒക്കെ പോകുന്ന പോലെയുണ്ട് കണ്ടില്ലേ എനിക്ക്. മക്കാവിലൊക്കെ കാണുന്ന പോലെ. പിന്നെ മക്കാവിലൊക്കെ കുറച്ചും കൂടെ വലിയ ഹൈഫൈ ലക്ഷറീസ് ബിൽഡിംഗ് ആണ്. പക്ഷെ ഇവിടെ ലക്ഷറീസ് ഒക്കെ തന്നെയാണ്, എന്നാലും ഇതുണ്ടല്ലേ, ഇതും അമ്യൂസ്മെന്റ് സിറ്റിന്ന്, അതും കാസിനോ ആയിരിക്കും. അതായത് പണക്കാരൻ്റെ കാസിനോ, പാവപ്പെട്ടവൻ്റെ കാസിനോ, അങ്ങനെ പല ഗ്രേഡിലുള്ള കാസിനോസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സാധാരണക്കാരനും പോയിട്ട് പൈസ ഇടാനും പൈസ കളയാനും ഒക്കെ ഉള്ള കാസിനോസ്, വലിയ കാശുകാർ പൈസ ഉണ്ടാക്കാൻ വരുന്ന കാസിനോസ്. എയറേഷ്യയുടെ ഫ്ലൈറ്റ് ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സിഹാനോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ആഴ്ചയിൽ 3-4 ദിവസത്തെ എയറേഷ്യയുടെ ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ, എല്ലായിടത്തും നമുക്ക് ചൈനീസ് ആൾക്കാരെയും കാണാൻ സാധിക്കും. ഇത് വേറൊരു കാസിനോ. പക്ഷെ ഇതിനും മാത്രമൊക്കെ ആൾക്കാർ എവിടെ നിന്നല്ലേ വരുന്നത്? കെട്ടിടങ്ങൾ നോക്കി, ഇതൊക്കെ അപ്പാർട്ട്മെന്റുകളാണ്ടോ. എന്ത് ലുക്കാന്ന് നോക്കി. എല്ലാം ചൈനീസിലാണ് പല പേരുകളും എഴുതി വെച്ചിരിക്കുന്നത് പലയിടത്തുവേ. ഹെങ്യു ക്ലബ്ബ്, ഇത് ക്ലബ്ബ്. ഇതെന്തോ ഇത് ഇങ്ങനെയൊക്കെ പണിത് വെച്ചേക്കുന്നേ. ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടന്ന് ഇത് മൊത്തം ഒരു കോൺക്രീറ്റ് ഫോറസ്റ്റായി മാറി എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സ്ഥലം മൊത്തം. ഇതെന്ത് വേണ്ടി ഇത്? എൻ്റെ പൊന്നെ, അടിപൊളി. വൈകിട്ട് ബീച്ചിന്റെ സൈഡിൽ നിറച്ച് സ്ട്രീറ്റ് ഫുഡ്. ഇത് ലോക്കൽസിന്റെ ബീച്ചാന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ ലോക്കൽ ബീച്ചാണെന്ന് തോന്നുന്നത്. അതായത് സ്ട്രീറ്റ് ഫുഡും പിന്നെ അതേപോലെ ഇവിടെ എല്ലാം കസര ഇട്ടിട്ട് ആൾക്കാർ ഇരിപ്പ് തുടങ്ങി. അത് മേ ബി റെന്റിനെടുക്കുന്ന പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പോയിരിക്കുന്നതാണ്. ആ ഒരു വൈബായി ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ. ഇവിടെ നമുക്ക് ചൈനക്കാരെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കംബോഡിയൻ ജനതയെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഒരു ബീച്ച് സൈഡിൽ കൂടെ ഉള്ള ഒരു റോഡിൽ കൂടി ഇങ്ങനെ ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ വേറൊരു ബീച്ചിൻ്റെ അവിടെ എത്തി. ഓസ്ട്രസ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണിത്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയാനായിട്ട് ഈ ഓസ്ട്രസ് ബീച്ച് ഏരിയ ആണെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും താമസിക്കാനായിട്ട് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കി ഏതെങ്കിലും ഒരു ഹോട്ടൽ കാണുമ്പോഴത്തേക്കിനും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ബുക്ക് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ വലിയ തിരക്കൊന്നുമില്ലാണല്ലേ, റിലാക്സ് ആണ് കുറച്ചുകൂടി. ബീച്ചിന്റെ സൈഡിലൊന്ന് ഇറങ്ങിയതാ. എൻ്റെ ഫോണിൽ തുരുതുരാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. നോക്കി, ഇത് കണ്ടില്ലേ, ഇതൊക്കെ സ്കാം ആണ് കണ്ടോ. ചൈനീസ് നമ്പറിൽ എന്തൊക്കെ പരിപാടിയാ വരുന്നത് നോക്കിയേ. ഇത് വേറെ എന്തോ റെന്റ് ഫ്രീ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങൾ. എന്നാലും ഇവന്മാർ എന്നാ മെസ്സേജ് അയപ്പാണ് ബ്രോ. ഇത് ചോറപറ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി എന്തോ ഒരു മെസ്സേജുകളാ എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ ഫോണിലേക്ക് വന്നേക്കുന്നത്. നോക്കി, ഈ ഒരു കൊള്ളാം കേട്ടോ ശരിക്കും. അവിടെ ഒരു ചെറിയൊരു കുട്ടി ഐലൻഡ് ഉണ്ട് ആ ഭാഗത്തെ, ഉണ്ടാ. അതിനകത്ത് എന്തൊക്കെയോ കോട്ടേജുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ. റിസോർട്ട് പോലെ എന്തൊക്കെയോ പരിപാടികളൊക്കെ പണിയുക. അപ്പോൾ നമ്മളിന്ന് ചൈനക്കാരുടെ കൂട്ടത്തിൽ താമസിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഏതൊരു ഹോട്ടലിൽ. ഇതെന്ത് സംഭവം? ഇത് ഫ്ലോട്ടിംഗ് എന്തോ ഒരു സാധനം, എനിക്ക് തോന്നുന്നു പിയർ പോലെ എന്തോ പണിത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നോക്കി. ഇത് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഇങ്ങനെ കിടക്കാം കേട്ടോ. ഈ ബീച്ചിന്റെ സൈഡിലുള്ള ഈ റോഡ് നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ ഈ തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചാണ് ഇവിടെ. ഈ തെങ്ങൊന്നും ഇവിടെ ഉള്ളതല്ല, ഇതൊക്കെ ഈ ഒരു ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് വെച്ച് പിടിപ്പിച്ചാണ് ഈ തെങ്ങ്. അത് എനിക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് പ്രോപ്പറായിട്ട്. അത് കാരണം നേരത്തെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെറിയ തെങ്ങുകളൊക്കെ കൊണ്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ടൊക്കെ കണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒറ്റ ഫോറിനറെ കാണാനില്ല കേട്ടോ. അതായത് ചൈനക്കാരും ലോക്കൽസും അല്ലാതെ വേറെ ഒരൊറ്റ ഫോറിനേഴ്സിനെ നമുക്ക് ഇവിടെ എങ്ങും കാണാൻ കിട്ടുന്നില്ല. എല്ലാം ലോക്കൽസ് ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അതായത് ഒരു കാറ്റഗറി ഓഫ് ആളുകൾ വന്നിരുന്ന സ്ഥലം കാസിനോസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനും അത് വേറെ കാറ്റഗറി ഓഫ് ആളുകളിലേക്ക് മാറി. കാസിനോയിൽ വരുന്നവർ ആരെങ്കിലും ബീച്ചിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുമോ? ഒരിക്കലും ഇരിക്കില്ല. ആ വല്ല ബീച്ച് റിസോർട്ടിലെല്ലാം പോയി ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ ഒരിക്കലും വന്ന് ബീച്ചിലിരിക്കില്ല. ഒരു കാലഘട്ടത്തിൽ ഇവിടെ കംപ്ലീറ്റ് ഫോറിനേഴ്സ് ആയിരുന്നു. അതെ, അതെല്ലാം പോയി ഐലൻഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്തു. അതെ. ആ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. കൊള്ളാല്ലേ, നല്ല വ്യൂ ഉള്ള റൂം കിട്ടിയാൽ മതിയായിരുന്നു. നിനക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ വണ്ടിക്കകത്തുനിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ചില്ല് പൊട്ടിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? മൊത്തത്തിൽ അത്രേ ഉള്ളല്ലേ, സിമ്പിൾ അല്ലേ.
ഓസ്ട്രസ് ബീച്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. പാർക്ക് ചെയ്തോ. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ ഈ ചെടി നട്ടിട്ടുണ്ട് നമ്മൾ. അടിപൊളി. ഇതൊക്കെ ഒരു പട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടോ ബ്രോ? പട്ടിയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. നീയാണോ ഇവിടുത്തെ ആള്? ആണോ? ബഹുമാനമുള്ളവനാ. അടിപൊളി. ഇത് വമ്പ സെറ്റപ്പ് ഹോട്ടലാണ്. പക്ഷെ ഒരൊറ്റ മനുഷ്യനില്ലെന്ന് നോക്കിയാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രം. അടിപൊളി. അതെ ബ്രോ, 816 ഉണ്ട്, 815 ഉണ്ട്. നിങ്ങൾക്ക് ഏത് റൂമാണ് വേണ്ടേ? അത്ര തവളാച്ച് അതിന് എന്തൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ടല്ലോ. ഇതെന്തോന്ന് തടിയുടെ ഒരു വർക്ക് നോക്കി. അങ്കോർ വാട്ടല്ലേ? വാവ്, അങ്കോർ വാട്ട് തടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നേണ്ട. അടിപൊളി. എന്തായാലും നമ്മളെ റൂമിലേക്ക് ആനയിക്കാനായിട്ടൊരു പയ്യൻ നമ്മളോട് വരുന്നുണ്ട്. 8ാമത്തെ നിലയിലാണ് നമ്മുടെ റൂം, 8th ഫ്ലോർ. ഹായ്, വാട്ട്സ് യുവർ നെയിം? Rasmai. Oh, we have a sweet in India called Rasmalai. That's a dessert. Hey, കൊള്ളാലോ. ഇതൊരു അട്രിയം പോലെ നോക്കി. വാവ്, അടിപൊളി. നൈസ്. എവിടെയാണ് നമ്മുടെ മുറി? അങ്ങോട്ടാ? അയ്യോ, മുമ്പിലുള്ള മുറി തരണ്ടേ ചേട്ടാ? ഇത് എന്താ സംഭവം എന്നറിയോ? ഒരു വല്ലാത്തൊരു ഷേപ്പിലായിരിക്കും ഇത് പണിതിരിക്കുന്നത്, മനസ്സിലായോ? ആ ഷേപ്പിൽ പണിതുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റൂംസും സീ വ്യൂ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്നത്. ഏത് റൂമാണല്ലോ, എന്താപ്പാ കയറി ബാ, നമുക്ക് ഏതെങ്കിലും മുറി കയറി നോക്കാം. ബാ. യെസ്, ക്യാൻ യു ഓപ്പൺ ദിസ് ഫോർ മീ പ്ലീസ്? ഓപ്പൺ. എൻ്റെ കയ്യിൽ ക്യാമറയാണ്. ഓ, താങ്ക് യു രസ്മോ. യെസ്. ഇത് അടിപൊളിയാണല്ലോ ബ്രോ. പൊളിച്ച് നമുക്ക് പൊളിച്ചാടാ. താനല്ലേ പറയുമ്പോൾ തനിക്ക് പനി പിടിക്കുമെന്ന്. ഓക്കെ, ഞാൻ റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. അത്യാവശ്യം വലിയ റൂമാണ്, അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. വ്യൂ ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാൽക്കണി എവിടെ തുറക്കാം? യെസ്, കമോൺ, തുറക്കൂ. ഇതെന്താ തുറക്കാത്തയാ? തുറക്കൂ. വാവ്, അടിപൊളി ബ്രോ. സൺസെറ്റ് കാണാം. സൺസെറ്റ്, പക്ഷെ പ്രശ്നമുണ്ട്, സൺസെറ്റ് അവിടെയാ, ഇവിടെ നിന്ന് ശരിയായി കാണാൻ പറ്റില്ല. കണ്ടില്ലേ? അതായത് ഈ ബിൽഡിങ്ങിന്റെ എല്ലാ വ്യൂ ഉള്ള റൂംസ് ആട്ടോ. ഒരു ഭാഗത്ത് ഫോറസ്റ്റ്. ഇത് അവിടെ എന്തോ ഒരു ലേക്ക് ആണോ അത്? അതൊരു ചെറിയൊരു റിസോർട്ട്, നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട് അവിടെ. എനിക്ക് അഴിമുഖം. ഇതൊരു റിവറാണേ. ആ ഒരു റിവറ് കടലിലേക്ക് വന്ന് ചേരുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ വേലി ഇറക്കമാണോ വേലിയേറ്റമാണോ? വെള്ളം ഇങ്ങോട്ടാ. അപ്പോൾ വേലിയേറ്റം എന്നല്ലേ പറയുന്നത്? യെസ്, വേലിയേറ്റം. പിന്നെ ഇവിടെ ബാക്കിൽ നമുക്കൊരു ഫോറസ്റ്റ് ഏരിയ കാണാം, ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് വ്യൂ ഉണ്ട്, അതേപോലെ തന്നെ നല്ല അടിപൊളി സീ വ്യൂവും കിട്ടും. പൊളിച്ച് അത് കിടക്കി. അനന്തര തൊട്ടപ്പുറത്തെ റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 2 റൂം ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ വലിയൊരു TV ഉണ്ട്, ചെറിയൊരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ വെയിറ്റ് നോക്കുന്ന മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. വാവ്, ദാറ്റ്സ് നൈസ്. ഇതെന്താ സംഭവം? ഇത് അലമാര. ബാത്റൂം കാണിച്ചില്ലല്ലോ ഞാൻ. ബാത്റൂം കാണിച്ചു തരാം. ഇതൊക്കെ ഈ ചൈനക്കാർക്ക് വേണ്ടി പണിയുന്ന, മനസ്സിലായില്ലേ? എൻ്റെ പൊന്നോ, ഇത് പൊളിച്ച്. ഇത് അടിപൊളി. ഇത് കണ്ടാ ഷവർ റൂം. ഇതാണ് ഷവർ. ഇതെന്താ ചെറിയ ഷവർ, ഇവിടെ നിന്ന് കുളിക്കാം. പിന്നെ ഇത് നമ്മുടെ കൊമോഡ് വെച്ചിരിക്കുന്നു. പിന്നെ 2 പേർക്ക് ഒരുമിച്ച് നിന്ന് പല്ല് തേക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. പിന്നെ ഒരു ഹെയർ ഡ്രയർ ഒക്കെ വെച്ചിട്ടുണ്ട്. ടബ്. ആ ടബിൽ കിടന്നിട്ട് നമുക്ക് ഫോറസ്റ്റ് ഒക്കെ കണ്ടിങ്ങനെ, കടൽ കാണാൻ പറ്റില്ല കേട്ടോ, ഫോറസ്റ്റ് ഒക്കെ കണ്ട് ഇങ്ങനെ ടബിൽ കിടക്കാം. അങ്ങനെ അത് വിളിച്ച്. പിന്നെ പോരാതിനുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ചൈനക്കാർക്ക് ഈ ബാത്ത് ടബ് വളരെ അത്യാവശ്യമാണ്. കാരണം അവർ ഈ ബാത്ത് ടബുള്ള ഹോട്ടൽസേ അവർ എടുക്കുകയുള്ളൂ. അവർക്ക് ബാത്ത് ടബ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ചൈനീസ് വരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ബാത്ത് ടബുകൾ, പ്രത്യേകിച്ച് നല്ല അടിപൊളി ബാത്ത് ടബുകളൊക്കെ വയ്ക്കും. ഇനി ഈ റൂം ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടിയെന്നല്ലേ? അതായത് $50 ഒരു മുറിക്ക് ഞങ്ങൾ കൊടുത്ത പ്രൈസ്. $50 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 4,500 രൂപയ്ക്ക് താഴെ വരും. അത് എന്തായാലും ഈ ഒരു വ്യൂവിനും ഈ ഒരു ഫെസിലിറ്റിക്കും ആ ഒരു പ്രൈസ് എന്തായാലും റീസണബിൾ ആണ്. ഇന്നലെ ഐലൻഡിൽ ഞാൻ $35 കൊടുത്തിട്ട് ബീച്ച് സൈഡിൽ കിടന്ന റൂമിനെക്കാട്ടി ഫാർ ബെറ്റർ ആണെന്ന് ഇങ്ങനെ പറയാം. അയ്യോ, അത് വൻ ശോകമായിരുന്നു കേട്ടോ റൂം. അപ്പോൾ ഇന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോകാം. ഇന്ന് ഫുൾ റിലാക്സിങ് ഡേ ആണ് ഗൈസ്. ഇന്നലെ മഴ കാരണം ഉണങ്ങാതിരുന്ന പകുതി ഉണങ്ങിയ എൻ്റെ ഡ്രസ്സ് ഞാനിവിടെ തൂക്കിയിട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് അവിടെ ഇങ്ങനെ കാറ്റുണ്ട്, ഈ കാറ്റത്ത് ഇങ്ങനെ അത് ഇവിടെ കിടന്ന് ആടി ഇങ്ങനെ ഉണങ്ങും. പിന്നെ ഇപ്പം എന്തായാലും ബാത്ത് ടബൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ടബിനകത്ത് ഇവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അർമാദിക്കണം, ഇന്ന് ഫുൾ അർമാദിച്ചത്തെ ബാക്കി പരിപാടിയുള്ളൂ. അപ്പോൾ ടബിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് ടബിൽ ഇറങ്ങാം. ടബിന് ലീക്ക് ഉണ്ടല്ലോ, വെള്ളം പോകുന്നുണ്ടല്ലോ. ഓ ഗൈസ്,
സ്റ്റബിന് ലീക്ക് ഉണ്ട്. നോക്കി, സ്റ്റബിന് എവിടെന്നോ വെള്ളം പോകുന്നുണ്ട്. സംഭവം ഏതാ എന്താണേലും എന്താ സ്റ്റബിന് ലീക്കുണ്ട്. ഷവർ ജെൽ, നമ്മുടെ ഷവർ ജെല്ലാണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തുറക്കുന്നത് എന്തോ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് പോകും. ഷവർ ജെല്ലാണ് സോപ്പ്. സോപ്പ് പൊടി ഡിറ്റർജൻ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഷവർ ജെല്ല് കയ്യിലെടുക്കും. എന്നിട്ട് ഈ തുണിയിൽ ഇങ്ങനെ നല്ലതായിട്ട് ഇതിനകത്ത് ഇടും, മുക്കും. 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സെറ്റാവും. സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സോപ്പ് ചെളി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സോപ്പൊക്കെ തേച്ച് കളഞ്ഞ് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ തുണി അലക്കൽ കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. നമ്മൾ വളരെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഡെയിലി ഇതൊക്കെ ഓരോന്ന് അലക്കിയിട്ടില്ലെങ്കിൽ കൂട്ടാൻ കൂടി പോകും. അതാണ് പ്രശ്നം. ബ്രോ, ശരിക്കും ഈ ഹോട്ടലിൽ നമ്മൾ മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതൊരു പ്രേതാലയം പോലെ ഇരിക്കുന്നത്. ഇവിടെ വേറൊരു കഥയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഒരു കോവിഡിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞങ്ങളൊന്ന് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ കോലം. കോവിഡിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇവർ കംബോഡിയ സർക്കാർ ഓൺലൈൻ ഗാംബ്ലിങ് നിരോധിച്ചു. ഓൺലൈൻ ഗാംബ്ലിങ് നിരോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം പകുതിയോളം വരുന്ന ചൈനീസ് നാഷണൽസ് ഒരു മടങ്ങിപ്പോവുകയുണ്ടായി. കാരണം ഓൺലൈൻ ഗാംബ്ലിങ്ങും ഓൺലൈൻ സ്കാമിങ്ങും ഒക്കെ ആയിട്ട് ധാരാളം പരിപാടികളിവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ നിന്ന് വിട്ടുപോയതോടുകൂടി ഇവിടെ, അതായത് നമ്മൾ കുറേ അനാഥ പ്രേതങ്ങൾ പോലെ കുറേ കെട്ടിടങ്ങൾ കണ്ടില്ലേ, അതാണ് ആ കെട്ടിടങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നത്. ഞാനിത് ഗൂഗിളിൽ പരിധി ന്യൂസ് വായിച്ച് കണ്ടെത്തിയ ഇൻഫർമേഷനാണ്. അതായത് അനാഥ പ്രേതങ്ങൾ പോലെ കിടക്കുന്ന കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിതീരാതെ കിടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ ആ കെട്ടിടങ്ങൾ, അങ്ങനെ കിടക്കുന്ന കെട്ടിടങ്ങൾ ഒന്നുകിൽ പൊളിച്ച് കളയണം, ഇല്ലെങ്കിൽ അതിൻ്റെ പണി തീർക്കണം എന്നുള്ള രീതിയിൽ അവരുടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ കേട്ടത്. എവിടെയാണ് പൂള്? ഇവിടെ ശരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വേറെ പ്രൈവറ്റായിരുന്നു, പ്രൈവറ്റ് പൂളാണ്. അതെ, ഇതിങ്ങനെ തുറക്കുന്നത് ഇങ്ങനെ. വാ, കമോൺ. യെസ്, സെറ്റപ്പ് സ്ഥലം എന്തായാലും. അപ്പോൾ ഞങ്ങൾ സിഹാനുമക്കിൽ വന്നിട്ട് ഒരു റിസോർട്ട് മൊത്തത്തിൽ നമ്മളിങ്ങനെ വാടക എടുത്തല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ മാത്രം ഒരു ഈച്ച പോലും ഇല്ല. അതൊക്കെ ഓൺലി ഫോർ 2 മലയാളീസ്. അപ്പോൾ നമ്മൾ ചോദിച്ചു പൂൾ എത്ര മണി വരെ ഓപ്പൺ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു 10 മണി വരെയാണ്, പിന്നെ നിങ്ങൾക്ക് രാത്രിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തരാം എന്നവർ പറഞ്ഞു. ഇത് കൊള്ളാട്ടോ, വാവ്, അടിപൊളി. ഇതാണ് നമ്മുടെ ഹോട്ടൽ ബിൽഡിംഗ്. ആ കാണുന്ന ലൈറ്റ് കണ്ടോ, അവിടെ നമ്മുടെ റൂം. അത് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതൊക്കെ ഒറ്റയിടത്ത് ലൈറ്റ് ഇല്ല. അതൊക്കെ അത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആകെ ഇന്ന് കിട്ടിയിരിക്കുന്ന 2 ബുക്കിംഗാണ്. അതെന്തായിരിക്കും അങ്ങനെ? അതുകൊണ്ടായിരിക്കും. അപ്പോൾ ലെറ്റ്സ് എൻജോയ് ദ പൂൾ ഫോർ സം ടൈം. തണുത്ത വെള്ളമായിരിക്കാനാണ് സാധ്യത. വലിയ തണുപ്പില്ല കേട്ടോ, കുഴപ്പമില്ല. നൈസ്. തണുപ്പുണ്ട്. ഓഫ്, ഇവിടെ ആഴമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ കടലിക്കുളിയായി, പൂളിക്കുളിയായി. ഇവിടെ ഇത്ര എൻ്റെ കാലിങ്ങനെ ജസ്റ്റ് താഴെ ഇത്രേ ഉള്ളൂ. ചാടുവോ? ജമ്പ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പൂളിൽ എൻജോയ് ചെയ്യട്ടെ, റിലാക്സ് ചെയ്യട്ടെ. നമ്മളൊന്ന് രാത്രി കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണേ. പൂൾ ടൈം എല്ലാം കഴിഞ്ഞു. ഇത് ആരുടെ വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ മുതലാളിയുടെ വണ്ടി, ഇത് ഞങ്ങളുടെ വണ്ടി, ഇത് റിസപ്ഷനിസ്റ്റിൻ്റെ വണ്ടി, ഇത് മാനേജറുടെ വണ്ടി. ചുമ്മാ തള്ളിയത് കേട്ടോ. ആകെ 3-4 പേരെന്തേ ഉള്ളൂ. കഷ്ടമുണ്ടല്ലേ, ഇത്രയും വലിയ ഹോട്ടലൊക്കെ പണിത് വെച്ചിട്ട് ആളും വരില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും. സോ വാട്ട് ഈസ് അവർ പ്ലാൻ ടുഡേ? എന്താ പരിപാടി? നൈറ്റ് കണ്ടേക്കാം ഷീനോക്കിൻ്റെ. ഓക്കെ, രാത്രി കാഴ്ചകൾ കാണുമ്പം ഇവിടെ എന്താണ്, ലാസ് വെഗാസ് ആണോ എങ്ങനെയാണ് എന്താണെന്ന് പോയി നോക്കാം. രാത്രി ആയപ്പോഴത്തേക്കിനും ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ കംപ്ലീറ്റ് വേറെ വൈബ് കേട്ടോ. ഫുള്ള് രാത്രിയാണ് ഇവരൊക്കെ കളിക്കാൻ വരുന്നത്. നമ്മൾ പകല് ഒറ്റ മനുഷ്യനെ കണ്ടില്ലല്ലോ. പകല് തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പം രാത്രി ആയപ്പോഴത്തേക്കിനും നിറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വേറെ വൈബ്. എന്തോന്നടേ ഇത്? സ്വർണ്ണത്തിളക്കം ജിൻബൈ പാലസ് ഹോട്ടൽ. പൊന്നെ, ആ കിടിലും വണ്ടികളെല്ലാം കിടക്കണേ. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഔട്ട്സ്കേർട്സിലൊരു സ്ഥലത്ത് ബീച്ചിൻ്റെ സൈഡിലാണ് പോയി താമസിക്കുന്നത്. പാവം ഗ്യാസിൻ്റെ പോകുന്ന ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലത്ത് നോക്കിയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പകൽ കിടന്ന് ഉറങ്ങുമായിരുന്നു തോന്നുന്നു കേട്ടോ. രാത്രി ഈ കളിക്കാൻ ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ സിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ഇവിടെ 7-Eleven മുമ്പിൽ കുറേ ചൈനക്കാരിരിപ്പുണ്ട്. നല്ല വൈബ് എല്ലാം നോക്കി. 7-Eleven ഒരു വൈബ് നോക്കി. ഫ്രണ്ടിലത്തെ അതിൻ്റെ മുമ്പിൽ ഇതുപോലെ ഇരുന്ന്
ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം മറ്റുമൊക്കെ ആയിട്ട് നല്ല മൊത്തത്തിൽ നല്ല അടിപൊളി. ഇതൊരു ഫുഡ് സ്ട്രീറ്റും കൂടെ ആണല്ലോ ഇവിടെ. അടിപൊളി. വലിയ 7-Eleven കണ്ടാ നോക്കി, വലിയൊരു 7-Eleven, അതിൻ്റെ സൈഡിലൊരു ഫുഡ് സ്ട്രീറ്റ്. വാവ്. ഞങ്ങൾ 7-Elevenൽ 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കിന് മുമ്പിൽ ഇത് ഇവിടെ ഹലാൽ ഫുഡ്. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് two iron. You want iron? No, I don't want. No, 1 iron and 2 kebab. കൊള്ളാം, അടിപൊളി. Where are you from? Turkey. You're from Turkey? Yes. You're living here? Long time. Long time? Oh, that's nice. Okay. So that's what. നമുക്കിവിടെ ഐറൺ വരെ കിട്ടിയിരിക്കുകയാണ്, ഹോം മെയ്ഡ് ഐറൺ. അടിപൊളി. ഞാൻ ആക്ച്വലി ഇങ്ങനെ ടർക്കിഷ് ഫുഡ് ഞാൻ സെർച്ച് ഞാൻ കാണിച്ചു. ഞാനിങ്ങനെ റെസ്റ്റോറൻറ്റ്സ് സെർച്ച് ചെയ്യുന്ന കൊടുത്തിട്ടുണ്ടോ ടർക്കിഷ് റെസ്റ്റോറൻറ്റ് കണ്ടോ? ഞാൻ സെർച്ച് ചെയ്താണ്. ഞാൻ ടർക്കിഷ് റെസ്റ്റോറൻറ്റ്, അറബിക് റെസ്റ്റോറൻറ്റ് ഇത് കണ്ടോ? ഞാൻ സെർച്ച് ചെയ്താണ് ഇതൊക്കെ കണ്ടോ. ഇപ്പോൾ തേടിവള്ളി കാലിച്ചിട്ടില്ലേ, അതാണ്. ഇന്നിത് കഴിക്കാൻ മൂഡ് വന്നിട്ടാണ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചോക്കാം. അങ്ങനെ നമ്മുടെ ഡോണർ കബാബ് കിട്ടിയിരിക്കുകയാണ്, പിന്നെ ഹോം മെയ്ഡ് ഐറൺ കിട്ടിയിരിക്കുകയാണ്. ഈ ചേട്ടൻ ഏകദേശം 50ഓളം രാജ്യങ്ങളിൽ കറങ്ങി നടന്ന മനുഷ്യനാണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. 50ഓളം രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് മോട്ടോർ ബൈക്കിൽ അടിച്ചു പൊളിച്ച് നടന്നു വന്നു. നൈസ് ടു മീറ്റ് യു. യാ, എൻജോയ് യുവർ ലൈഫ്. യാ, തകർത്ത പുള്ളിയാണ്, മെതിഞ്ഞ് നടന്ന പുള്ളിയാണ്. ഇങ്ങോട്ട് പോയിരിക്കാം. ബാ, കമാൻ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബിയൻസ്. ഈ 7-Eleven കൾച്ചർ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. ഇവിടുത്തെ മാത്രമല്ല, കംബോഡിയ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാമിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടാവുമായിരിക്കും. വിയറ്റ്നാമിലും ഉണ്ടാവില്ലേ 7-Eleven? ഉണ്ടാവില്ലേ? ഇന്ത്യയിലും തുടങ്ങുന്നുണ്ട്. അംബാനി എന്തോന്ന് എടുത്തേക്കുന്നത്. എന്ന് പറയുന്നത് കേട്ടു. അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അങ്ങനെ 7-Eleven കഴിഞ്ഞു, ഫുഡടി കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇവിടെ മഴ ഇങ്ങനെ കാര്യമായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനിയിപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം. അപ്പോൾ വീണ്ടും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എൻ്റെ വിസ അപ്രൂവ് ആയി സുഹൃത്തുക്കളെ. അങ്ങനെ നല്ല മനുഷ്യരെ കൂട്ടം കിട്ടിയപ്പോഴത്തേക്കിനും ഗുണം. അതെ, വിസ അപ്രൂവ് ആയി. വിയറ്റ്നാം വിസ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 3 ദിവസം എടുക്കും നോർമലി വിയറ്റ്നാം വിസ കിട്ടാനായിട്ട്. 3 ദിവസം മുമ്പ് വൈകിട്ട് ഇതേ സമയത്താണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കറക്റ്റ് 3 days, 3 to 5 വർക്കിംഗ് ഡേയ്സ് ആണ് നോർമലി അവരുടെ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത്. സോ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ അടുത്ത രാജ്യമായ വിയറ്റ്നാമിലേക്ക് പോവാം. 2 ദിവസം കഴിഞ്ഞിട്ട് വെറുതെയില്ല. യേസ്, അങ്ങനെ ഞാൻ വന്ന് കടന്നു. ഇങ്ങനെ ഒരു ചൈനീസ് ഒരു സംഭവം, ഒരു വില്ലേജ് ഇവിടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അത് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത്. എന്തായിരിക്കും ഇതിൻ്റെ ഭാവി എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കാഴ്ചകൾ. എന്തായാലും നാളെ നമ്മളിവിടെ നിന്ന് വേറൊരു വില്ലേജിലേക്ക് പോവാണ്. അത് അധികം ടൂറിസ്റ്റുകൾ ആരും പോകാത്ത സ്ഥലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലമാണ്, പക്ഷേ ബാക്ക് പാക്കേഴ്സ് പോകുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും ദിസ് ഈസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ്. ബൈ. ഗുഡ് നൈറ്റ്.